കലാലയത്തിൻ നാദം ഉയരും 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 വാനിൻ പതിരോളം അറിവിനിടയിൽ അല്പം ഉല്ലാസം. Hello, hi, namaskaram. You're listening to Radio BMC with me, RJ Anna. തൃക്കാക്കരയുടെ മണ്ണിലെ പച്ച പരവതാനി വിരിച്ചിരിക്കുന്ന നമ്മുടെ സ്വന്തം ഭാരത് മാതാ കോളേജിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമായ എൻ്റെ ഫ്രണ്ടാണ് കൂടെയുള്ളത്. It is none other than Ajin from BBA department. Hi Ajin, welcome to Radio BMC. Thank you for inviting me. So Ajin, നമ്മുടെ ഭാരത് മാതാ കോളേജിൽ ഒരു വർഷം പിന്നിടുമ്പോൾ how was the experience in college? ഞാൻ എൻ്റെ സ്കൂളിങ് കഴിഞ്ഞിട്ട് ഞാൻ ഈ കോളേജിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എത്തിക്കഴിഞ്ഞ കുറച്ച് ഒരു 2 months കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് കോളേജിനോട് ഫീൽ ചെയ്തു. കാരണം ഇപ്പോഴത്തെ പരിപാടികളായാലും അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് ആയാലും മാനേജ്മെൻ്റ് ആയാലും എല്ലാവരുടെയും ഭാഗത്തുനിന്നൊരു വളരെ നല്ല റെസ്പോൺസ് എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ഒരു അട്രാക്ഷൻ BMCയോട് ഫീൽ ചെയ്തു. യെസ്, ഓഫ് കോഴ്സ്, നമുക്ക് എല്ലാവർക്കും ഒരുപാട് നെഞ്ചോട് ചേർത്ത് വെക്കാവുന്ന ഓർമ്മകളാണ് ഭാരത് മാത ഇതിനോടൊക്കെ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. സോ അജിൻ, നിന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് ഞാൻ ഇന്റർവ്യൂ ചെയ്യോ ക്വസ്റ്റ്യൻ ചെയ്യാണെന്നൊന്നും വിചാരിക്കരുത്. നല്ലൊരു ചെറിയ കുസൃതി ചോദ്യം എനിക്ക് നിന്നോട് ചോദിക്കാനുണ്ട്. സ്പെയിനിൽ മാത്രമാണോ സ്പാനിഷ് സംസാരിക്കുന്നത്? എനിക്ക് അത്യാവശ്യം ഫുട്ബോൾ പ്രാന്തൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു ലാറ്റിൻ അമേരിക്കൻ കൺട്രിയിൽ സൗത്ത് അമേരിക്കൻ കൺട്രിയിൽ ഏതോ ഒരെണ്ണത്തിൽ സംസാരിക്കണമെന്ന് എനിക്കറിയാം. കറക്റ്റായിട്ട് എനിക്കറിയാൻ പാടില്ല. നിനക്ക് അത്യാവശ്യം ഫുട്ബോൾ പ്രാന്തൊക്കെ ഉള്ളതുകൊണ്ട് നീ പറഞ്ഞ ആൻസർ എന്തായാലും ശരിയാണ്. ലാറ്റിൻ അമേരിക്കയിൽ പെറു എന്ന് പറയുന്ന സ്ഥലത്താണ് സ്പെയിനിലല്ലാതെ സ്പാനിഷ് സംസാരിക്കുന്നത്. എന്താണ് വേഗം പെറുവിലോട്ടൊരു സഞ്ചാരം? പെറുവിലേക്ക് പോയത് വേറൊന്നുമല്ല. ഇന്ന് August 23 നമ്മുടെയൊക്കെ വൈസ് പ്രിൻസിപ്പളും മാത്സ് ഡിപ്പാർട്ട്മെന്റിന്റെ HODയുമായ നമ്മുടെ ജയ സിസ്റ്ററിന്റെ ഫീസ് ഡേ ആണെന്ന്. സിസ്റ്റർ സ്വീകരിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പെറുവിന്റെ ക്യാപിറ്റലായ ലീമയിലെ വിശുദ്ധ റോസിന്റെ നാമമാണ്. സോ സിസ്റ്ററിന്റെ ഈ ഫീസ് ഡേയില് BMCയിലെ എല്ലാവരുടെയും വക എല്ലാ മംഗളാശംസകളും പ്രാർത്ഥനകളും ഞങ്ങൾ എല്ലാവരും നേരുകയാണ്. ഹാപ്പി ഫീസ്റ്റ് ഡേ സിസ്റ്റർ. വി ലവ് യു സിസ്റ്റർ. സോ ഈ അവസരത്തിൽ നമ്മൾ സിസ്റ്ററിന്റെ ബ്യൂട്ടിഫുൾ ട്രാക്ക് പ്ലേ ചെയ്യുകയാണ്. സോ യു ആർ ലിസണിംഗ് ടു റേഡിയോ BMC വിത്ത് മീ RJ Anna. കൂടെ ഞാൻ അജിനുണ്ട്. ഞാൻ സിസ്റ്റർ ജയ റോസ്, CMC അങ്കമാലി മേരിമാതാ പ്രോവിൻസിലെ എഡ്യൂക്കേഷൻ കൗൺസിലറാണ്. ഭാരത് മാതാ കോളേജിൽ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ HODയുമാണ്. ഒപ്പം ഈ കലാലയത്തിൻ്റെ വൈസ് പ്രിൻസിപ്പളും കൂടിയാണ്. സാധാരണ സിസ്റ്റേഴ്സിൻ്റെ ദൈവവിളി ചെറുപ്പം മുതലേ അറിയാറുണ്ട്. എന്നാൽ എൻ്റേത് അങ്ങനെയല്ലായിരുന്നു. MSc B.Edും കഴിഞ്ഞതിന് ശേഷമാണ് ഈശോയുടെ വിളി ഞാൻ ശ്രവിക്കുന്നതും സന്തോഷത്തോടെ ഈ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുന്നതും. അതുകൊണ്ട് എൻ്റെ ദൈവവിളി ഒരു ലേറ്റ് വൊക്കേഷനാണ്. പെളിമിസ്, ക്ലാസ്സിൽ പോകാൻ സമയമായി, ഞാൻ പോകട്ടെ.
ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ നാമത്തിലുള്ള നമ്മുടെ മഠത്തിൻ്റെ കൗൺസിലറായ സിസ്റ്റർ ജയ റോസിൻ്റെ ഫീസ്റ്റാണ് ഇന്ന്. ഈ നല്ല ദിനത്തിൽ വിശുദ്ധ റോസ് പുണ്യവതി സിസ്റ്ററിനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് സിസ്റ്ററിനെ വിഷ് ചെയ്യാം. താങ്ക് യു മദർ. On this day of heavenly blessed, let us sweet our sisters today. On this happy, joyful day, greetings, sisters today. Happy feast day, happy feast day, happy feast day to you. Happy feast day, happy feast day, happy feast day to you. Happy feast day, happy feast day, happy feast day to you. Happy feast day, happy feast day, happy feast day to you. സിസ്റ്റർ ജയ ആകാരം കൊണ്ട് വലിയ വലിപ്പം ഉള്ള ആളാണ്. അതുപോലെ തന്നെയാണ് സിസ്റ്ററിൻ്റെ മനസ്സും. മറ്റുള്ളവരിലേക്ക് എത്തി നിൽക്കാനായിട്ട് സിസ്റ്ററിൻ്റെ ഹൃദ്യമായ ചിരിയും സൗമ്യമായ പെരുമാറ്റവും ഏൽപ്പിക്കുന്ന ജോലിയോടുള്ള വിശ്വസ്തതയും അത് പ്രാവർത്തികമാക്കാൻ പൂർത്തിയാക്കാൻ കാണിക്കുന്ന അർപ്പണ മനോഭാവവും എല്ലാം എന്നെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്, മനോഹരമായിട്ട് ആകർഷിച്ചിട്ടുണ്ട്. അങ്ങനെ തെളിമയാർന്ന ഒരു ചിന്തയും ആകർഷകമായ പെരുമാറ്റവും കൊണ്ട് ഈ ക്യാമ്പസിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഇടയിൽ നല്ലൊരു സൗഹൃദ വലയം സൃഷ്ടിക്കാനായിട്ട് അല്ലെങ്കിൽ സ്വാധീനം ചെലുത്താനായിട്ട് സിസ്റ്ററിന് സാധിച്ചിട്ടുണ്ട്. സിസ്റ്ററിൻ്റെ ദൈവവിളിയെക്കുറിച്ച് സിസ്റ്റർ പറഞ്ഞ് ഞാൻ കേട്ടത് സിസ്റ്ററിൻ്റെ വീട്ടിൽ അമ്മയെ കാണാൻ ചെന്നപ്പോൾ അവിടെ വെച്ച് സിസ്റ്ററിൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഞാൻ കന്യാസ്ത്രീ ആവാനായിട്ട് ഉദ്ദേശിച്ചല്ല പഠനം ആരംഭിച്ചത്. കോളേജിൽ ചേർന്ന് പഠിച്ച് നല്ല ഡിഗ്രിയൊക്കെ എടുത്ത് ജോലിയൊക്കെ സമ്പാദിച്ച് അങ്ങനെ ഒരു കാഴ്ചപ്പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഹോസ്റ്റലിൽ സിസ്റ്റേഴ്സിനോടൊപ്പം താമസിച്ച കാലയളവിൽ പ്രത്യേകിച്ചും ടീച്ചർ എഡ്യൂക്കേഷൻ പഠിച്ചിരുന്ന സമയത്താണ് ദൈവവിളിയെക്കുറിച്ചുള്ള ഒരു ചിന്ത ഉടലെടുക്കുന്നത്. ആ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സുമായിട്ടുള്ള സമ്പർക്കവും അവരുടെ സ്വാധീനവും ഒക്കെ കൊണ്ട് തൻ്റെ ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് തനിക്ക് സമർപ്പണ ജീവിതത്തിലേക്ക് ഒരു വിളിയുണ്ട് എന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചു എന്ന് വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടെ പറഞ്ഞപ്പോൾ തന്നെ കുസൃതിയായിട്ട് പറഞ്ഞു, ഈ വീട്ടിലെ ഏറ്റവും കുസൃതി നിറഞ്ഞ ആൾ ഞാനായിരുന്നു. ജോബേട്ടൻ മിക്കവാറും അതിന് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ജോബേട്ടനെ മാത്രമേ എനിക്ക് പേടിയുള്ളൂ. ജോബേട്ടൻ പറയുന്നതനുസരിച്ചാണ് ജോബേട്ടൻ്റെ ആ ജോബേട്ടനോടുള്ള പേടി കൊണ്ട് ജോബേട്ടനോട് ആലോചിച്ചിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. ജോബേട്ടൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഹൊസൂർ രൂപതയിലെ മെത്രാൻ സെബാസ്റ്റ്യൻ പൊഴോലിപ്പറമ്പിൽ ആണ്. അപ്പോൾ അച്ഛനാണ്, പിതാവാണ് വീട്ടിലെ മൂത്ത ആളെന്ന നിലയ്ക്ക് പിതാവിനോട് അല്ലെങ്കിൽ ജ്യേഷ്ഠനോട് ആലോചന ചെയ്തിട്ടാണ് ദൈവവിളിയെക്കുറിച്ച് പോലും സിസ്റ്റർ തീരുമാനിച്ചത് എന്ന് പറയുണ്ടായി. സിസ്റ്റർ അമ്മയെ കണ്ടപ്പോൾ ആ വാർദ്ധക്യത്തിലും നിറഞ്ഞ ചിരിയോടുകൂടെ ആ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ജോലികൾ ചെയ്യാൻ അല്ലെങ്കിൽ ആ വീട്ടിലെ ആളുകളോട് നന്നായിട്ട് സഹകരിച്ചു പോകാനായിട്ട് അമ്മ എടുക്കുന്ന ഒരു താല്പര്യമുണ്ട്. അതിലേറെ അമ്മയുടെ മുഖത്ത് ഞങ്ങൾ കണ്ടത് വളരെ നല്ല പ്രസന്നതയും വളരെ സന്തോഷം നിറഞ്ഞ വളരെ ചാരിതാർത്ഥ്യം നിറഞ്ഞ ഒരു സമർപ്പണ ജീവിതത്തിൻ്റെ മനോഹരമായ മുഖമാണ്. എല്ലാ ജീവിതങ്ങളും സമർപ്പിതമാണല്ലോ, കർത്താവിന് സമർപ്പിതമാണ്. കുടുംബമായാലും പൗരോഹിത്യമാണെങ്കിലും സന്യാസമാണെങ്കിലും ഈ അമ്മയുടെ കുടുംബജീവിതം മനോഹരമായി സമർപ്പണം ചെയ്യപ്പെട്ടതാണ് എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഹൊസൂർ രൂപതയിലെ ബിഷപ്പ് സെബാസ്റ്റ്യനും അതുപോലെ തന്നെ സിസ്റ്റർ ജയ റോസും. സുഖാണ് അവിടെ വന്നിട്ട് കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്കങ്ങനെ കിടക്കാം. ബാ, അമ്മേനെ കണ്ടിട്ട് കുറേ കാലമായി. എന്തായണാവോ അമ്മ സന്തോഷമായിട്ട് ഇരിക്കണേണാവോ? അറിയാമിച്ച് ഇന്ന് ഇവിടെ വീട്ടിലുണ്ടാവോ? ഇന്ന് പോവാണോ? വീട്ടിൽ പോവോ? ഇന്ന് മഠത്തിലേക്ക് പോവോ? ഒന്ന് വീട്ടിൽ പോകണ്ട? വീട്ടിൽ പോയിട്ട് പോകണം അല്ലേ? അമ്മയുടെ ഒക്കെ പ്രാർത്ഥനയാണ് നമ്മുടെയൊക്കെ ശക്തി.
സുഖാണോ? സുഖാണല്ലേ? പണ്ടൊരു കാലുവേദന ഉണ്ടായില്ലേ? കാലുവേദന കുറഞ്ഞാ? വാ, ഇപ്പൊ നേരം പോകാൻ ബുദ്ധിമുട്ടുണ്ടോ? അമ്മയ്ക്ക് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ പറ്റുമോ? പണ്ട് അമ്മ അതിരാവിലെ എഴുന്നേറ്റിട്ട് ഞങ്ങളെ ഒക്കെയും കുത്തി എഴുന്നേൽപ്പിച്ച് പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം എന്നും പള്ളി പോണ അമ്മയായിരുന്നത്. അല്ല അമ്മ എന്നും പള്ളി പോകാറില്ല? ഇപ്പൊ കുർബാന കാണാൻ പറ്റണുണ്ടാ? ടിവിയില് കാണും അല്ലേ? അമ്മ അപ്പനെ ഓർമ്മയുണ്ടാ? അപ്പന്റെ പേരെന്നായിരുന്നേ? ആ, നല്ല ഓർമ്മയുണ്ടല്ലോ അപ്പന്. ലോനപ്പന്റെ പേരല്ലേ? നമ്മള് പണ്ട് ഇങ്ങനെ പോകുമ്പോഴേ അപ്പന്റെ അടുത്ത് ആൾക്കാരിങ്ങനെ കുറേ പേര് സഹായത്തിനും ഉപദേശത്തിനൊക്കെ ഇട്ട് വരുന്നത് അമ്മ ഓർക്കണുണ്ടാ? നല്ലോണം ഓർക്കണുണ്ട്. മറന്നു തുടങ്ങിയാ? കുറേശ്ശൊക്കെ മറന്നു അല്ലേ? പക്ഷെ എന്നാലും അപ്പന് വേണ്ടി എന്നും പ്രാർത്ഥിക്കണില്ലേ? എല്ലാ ദിവസവും പ്രാർത്ഥിക്കണില്ലേ അമ്മ അപ്പന് വേണ്ടി? ഇത് എൻ്റെ ചേച്ചി. ദിവ്യകാരുണ്യ സന്നിധിയിലായിരുന്നു കൊണ്ട് ജീവിതാനുഭവങ്ങളെ വളരെ നന്നായി സ്വീകരിക്കുന്നു. സമർപ്പിത ജീവിതം തിരഞ്ഞെടുത്ത എന്നെ നിത്യവും വിളിക്കാറുണ്ട്. ഒറ്റ കാര്യം മാത്രമേ എന്നോട് പറയാറുള്ളൂ: വിശുദ്ധയാകുക, മറ്റുള്ളവരെ വിശുദ്ധരാക്കുക. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഓരോ നിമിഷവും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ സമർപ്പിത ജീവിതത്തിൽ ഈ ചേച്ചി എന്നെ ഒത്തിരി സഹായിക്കുന്നുണ്ട് ആത്മീയമായി. ഇവർ രണ്ടുപേരും എൻ്റെ അപ്പച്ചൻ്റെ ചേട്ടൻ്റെ മക്കളാണ്. ഇത് സിസ്റ്റർ ദീപ്തി, ഞങ്ങളുടെ കുടുംബത്തിലെ തന്നെ മൂത്ത ചേച്ചിയാണ്. പ്രാർത്ഥനയുടെ കുടുംബത്തെ ശക്തിപ്പെടുത്തുന്നു. ഇത് സിസ്റ്റർ വെർജിൻ, സിസ്റ്റർ ദീപ്തിയുടെ അനുജത്തിയാണ്. രണ്ട് കുടുംബമാണെങ്കിലും ഒരേ കുടുംബം പോലെയാണ് ജീവിക്കുന്നത്. പ്രിൻസി ഞങ്ങളുടെ തറവാടിൻ്റെ അഭിമാനമാണ്. എൻ്റെ ഇളയപ്പൻ്റെ മകൾ. പ്രിൻസിയെ കുറിച്ച് ഓർക്കുമ്പോൾ MSc റാങ്ക് കിട്ടിയതിന് ശേഷം B.Edനായിട്ട് പോകുകയാണ് ആൾ. ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആളുടെ കാലത്തൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല സിസ്റ്ററാവെന്ന് വിചാരിച്ചിട്ടില്ലേ ഒരിക്കലും. അപ്പോൾ എൻ്റെ ഇളയപ്പൻ, അപ്പൻ്റെ അനുജൻ, ആളുടെ അപ്പൻ എന്നോട് ചോദിച്ചു, B.Edന് ശേഷം നമ്മളെ കല്യാണം കഴിച്ച് അയക്കാം നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു മതി, MSc B.Ed കഴിഞ്ഞല്ലോ, ഇനി സിസ്റ്റർ ആവാനുള്ള ചിന്ത ആ സമയത്തില്ല. B.Ed കഴിഞ്ഞതിന് ശേഷം അവൾ പറഞ്ഞു, എനിക്ക് സിസ്റ്റർ ആവണമെന്ന് ആഗ്രഹം ചേച്ചി, ഞാൻ പൊക്കോട്ടെ വേറെ പ്രൊവിൻസിൽ, അങ്കമാലി പ്രൊവിൻസിൽ പോയി ചേർന്നോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, നീ ഏത് പ്രൊവിൻസിൽ വേണമെങ്കിൽ ചേർന്നോ, ഒരു കാര്യം മാത്രം, വിശുദ്ധയായി തീരണം. എവിടെ ചേർന്നാലും വിശുദ്ധ. അന്ന് ഞാൻ വൊക്കേഷൻ പ്രൊമോട്ടറാണ് ഇരിഞ്ഞാലക്കുട പ്രൊവിൻസിൻ്റെ. അപ്പോൾ സിസ്റ്റേഴ്സ് എല്ലാവരും പറഞ്ഞു, സിസ്റ്റർ ദീപ്തിയുടെ അനുജത്തി ഇതാ അങ്കമാലി പ്രൊവിൻസിൽ പോകുന്നു, ഇവിടെ സിസ്റ്റർ ദീപ്തി 10ാം ക്ലാസ് കഴിഞ്ഞവരെ നോക്കിക്കൊണ്ടിരിക്കുക, MSc റാങ്കും വാങ്ങി ഇതാ പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതൊന്നും പ്രശ്നമില്ല, എവിടേക്ക് ദൈവം വിളിയെ, ദൈവം ഏത് പ്രൊവിൻസിലേക്ക് വിളിച്ചു അവിടേക്ക് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ആളെ ഞങ്ങൾ വളരെയധികം പ്രൊമോട്ട് ചെയ്തു. ഞാനാണെങ്കിൽ ഇപ്പോൾ 47 വർഷമായി സിസ്റ്ററായിട്ട് ജീവിച്ചു. 47 വർഷം കഴിഞ്ഞു. ഒരിക്കൽ പോലും എൻ്റെ ദൈവവിളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കൽ പോലും എന്തിനാണ് ഞാൻ സിസ്റ്റർ ആയത്, വന്നത് പ്രശ്നമായല്ലോ, അങ്ങനെയൊന്നും യാതൊരു തോന്നിയിട്ടുമില്ല. ദൈവത്തിനോട് നന്ദി മാത്രമേ ഉള്ളൂ. അർഹതയില്ലാത്ത ഈ ദൈവവിളി എനിക്ക് നൽകിയതോർത്ത് നന്ദി പറയുന്നു. എൻ്റെ അനുജത്തി സിസ്റ്റർ വേർജിൻ, ആളും ഇപ്രകാരം തന്നെ. ഒരിക്കൽ പോലും സിസ്റ്ററാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. വലിയ പരിഷ്കാരിയായിട്ട് നടക്കായിരുന്നു. ഞാൻ ജൂനിയറായിട്ട് കഴിക്കുന്ന സമയത്ത് ആള് ആസ്പയറൻസിയിലുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അത്ഭുതം തോന്നി. ദൈവം വിളിച്ചു, ദൈവം നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഈ കുടുംബത്തിലെ എല്ലാ മക്കളും മാത്തമാറ്റിക്സ് പഠിക്കാൻ തൽപരരാണ്. അതിൽ ഏറ്റവും നന്നായി കണക്ക് പഠിക്കുന്നവളായിട്ട് പ്രിൻസിയെ കാണുന്നു. അവൾ ഈ കുടുംബത്തിലെ 5ാമത്തെ മകളാണ്. അവൾ BSc കഴിഞ്ഞു, MSc റാങ്കോടുകൂടി പാസ്സായി. മാത്സിൽ ഇത്രയും നല്ല ഒരു വിജയം കരസ്ഥമാക്കിയ ഒരാൾ ഒരു നല്ല അധ്യാപികയായിട്ട് ഒരു നല്ല കുടുംബജീവിതം നയിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കലാണ് ഇങ്ങനെ അവൾക്ക് ദൈവവിളി ഉണ്ടെന്നും അവള് സന്യാസത്തിൽ പ്രവേശിക്കാൻ പോവുകയാണെന്നും ചേച്ചി വഴി ഞാൻ അറിയുന്നത്. പഠിച്ചു തുടങ്ങിയതിൽ പിന്നെ 100ൽ 100 മാത്സിൽ. എപ്പോഴും ആ ഫീൽഡിൽ ഇനി ഒന്നും പഠിക്കാനില്ല മാത്സിൻ്റെ വിധത്തിൽ. സഭ അങ്ങനെ അവളെ വളർത്തി അങ്ങേയറ്റം എത്തിച്ചു. അവൾക്കും അതിന് നന്ദിയുണ്ട്. അങ്ങനെ നന്ദിയുള്ളൊരു ജീവിതമാണ് നയിക്കുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.
ശരിയാണ്, എല്ലാ പ്രാവശ്യവും കണക്കിൽ എനിക്ക് 100-ൽ 100 തന്നെ കിട്ടും. അതിലും കുറഞ്ഞ മാർക്ക് ഞാൻ സാധാരണ വാങ്ങിക്കാറില്ല. എല്ലാവരും പറയുന്നു ഈ കുടുംബം, ഞങ്ങളുടെ ഈ കുടുംബം മാത്തമാറ്റിക്സ് പ്രാധാന്യം കൊടുക്കുന്നൊരു കുടുംബം. എൻ്റെ അപ്പച്ചനാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ എഞ്ചിനീയറായിരുന്നു. അമ്മ 7 മക്കൾക്ക് വേണ്ടി അധ്യാപിക എന്ന ജോലി രാജിവെച്ചു. എൻ്റെ മറ്റ് സഹോദരങ്ങളെല്ലാവരും പല തലങ്ങളിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ സഹോദരന്മാർ 2 പേരും എഞ്ചിനീയർമാരാണ്. സഹോദരിമാർ മാത്തമാറ്റിക്സ് അധ്യാപകരുമാണ്. എൻ്റെ മൂത്ത സഹോദരൻ ഹോസ്റ്റൂർ രൂപതയുടെ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ പൊഴോലിപ്പറമ്പിൽ കണക്ക് വളരെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. ചുരുക്കത്തിൽ ദൈവകൃപയാൽ കണക്ക് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. ഇവിടെ കോളേജിൽ ഞാൻ വന്നതിന് ശേഷം സിസ്റ്റർ ഏറ്റെടുത്ത് ചെയ്ത ജോലികളിൽ പ്രധാനപ്പെട്ടത് UGCയുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഫണ്ടുകളുടെ കണക്കുകൾ അത് കൃത്യസമയത്ത് ഓഡിറ്റ് ചെയ്ത് അവർക്ക് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിങ്ങനെ ഒരു കെട്ടഴിഞ്ഞ് കിടന്ന ഒരു പശ്ചാത്തലത്തിൽ ഞാൻ സിസ്റ്ററോട് അത് ആവശ്യപ്പെട്ടു അത് ചെയ്യാനായിട്ട്. ഏറ്റവും കൂടുതൽ ജോലിഭാരമുള്ളൊരു കാര്യമായിരുന്നു അത്. കാരണം ലക്ഷക്കണക്കിന് രൂപ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയത്, പല പദ്ധതിയായിട്ട് കിട്ടിയത്, അത് കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്തി ഓഡിറ്റ് ചെയ്ത് സമയബന്ധിതമായി സമർപ്പിക്കണം. അങ്ങനെ നമ്മൾ 2-3 വർഷം മുമ്പ് പെൻഡിങ് ഇട്ടതുകൊണ്ട് നമുക്ക് കുറച്ച് പിഴ അടയ്ക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം കൃത്യമായി ബാംഗ്ലൂർ പോയി ഓഫീസിൽ പോയി കണ്ടുപിടിച്ച് മനസ്സിലാക്കി ഇവിടെ വന്ന് അതിന് സിസ്റ്ററിനൊരു സഹായിയെ വേണമെന്ന് പറഞ്ഞു. സിസ്റ്റർ ആവശ്യപ്പെട്ട പ്രകാരം സഹായിയെ കൊടുത്തു. അതുപോലെ തന്നെ അവർ ഒരുമിച്ച് വളരെ ഭംഗിയായിട്ട് അതെല്ലാം പൂർത്തീകരിച്ചു. കണക്കിൻ്റെ കാര്യത്തിൽ കണിശതയുള്ള ഒരു കണക്ക് അധ്യാപിക എന്ന നിലയ്ക്ക് തന്നെ ഈ കാര്യങ്ങളിൽ ഒരു കൃത്യതയും വ്യക്തതയും വരുത്താനായിട്ട് സിസ്റ്ററിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സിസ്റ്ററിൻ്റെ ഉത്തരവാദിത്വത്തോടുള്ള ആ പ്രതിബദ്ധതയും തൻ്റെ കഴിവും തൻ്റെ അറിവും തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും പൊതുവായിട്ട് സമൂഹത്തിന് നന്മയായിട്ട് ചെയ്യാനുള്ള സന്നദ്ധതയും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഒരു അധ്യാപികയുടെ എക്സ്ട്രാ ജോലിയാണ്. ആ എക്സ്ട്രാ ജോലി ചെയ്യാനായിട്ട് അങ്ങനെ ആരും തന്നെ മെനക്കെടാനായിട്ട് ഇഷ്ടപ്പെടുകയില്ല. പക്ഷെ അതിന് സമയം കണ്ടെത്തുക, അത് ചെയ്യുക എന്ന് പറയുന്ന ആ ഔദാര്യം അത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഞാനിത് കാണുന്നത് സിസ്റ്റർ സ്വീകരിച്ച ദൈവ വിളിയോട്, സമർപ്പിത ജീവിതത്തോട് സിസ്റ്റർ അനുവർത്തിക്കുന്ന സുതാര്യമായ സമർപ്പണത്തിൻ്റെ, നിർമ്മലമായ സമർപ്പണത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ്. കാരണം ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാനും ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ സംതൃപ്തി അടയുന്ന ഒരു മനോഭാവം സ്വന്തമാക്കുകയും ചെയ്തതുകൊണ്ട് ഏത് ജോലിയും ഏത് സമയത്തും ചെയ്യാനായിട്ട് സാധിക്കും. കഠിനമായ ജോലിയാണോ? ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ കൂടുതൽ അധ്വാനം വേണ്ട ജോലിയാണോ? പ്രശ്നമില്ല. കൂടുതൽ ആളുകളെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകേണ്ട ജോലിയാണോ? പ്രശ്നമില്ല. എല്ലാത്തിനും തൻ്റേതായ ഒരു ശൈലിയിൽ അത് സ്വീകരിച്ച് ചെയ്യാനുള്ള നല്ലൊരു മനോഭാവമുള്ള സമർപ്പിതയാണ് സിസ്റ്റർ. പ്രകാശത്തിൻ്റെ ഒരു ശോഭ ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിച്ചുകൊണ്ട് മനോഹരമായിട്ട് തൻ്റെ സമർപ്പണ ജീവിതം സിസ്റ്റർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ 2 ദശാബ്ദത്തിലധികമായിട്ട് ഈ കലാലയത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഈ കലാലയത്തിന് നല്ലൊരു പ്രകാശം നൽകുന്ന ഒരു വിളക്കായിട്ട് സിസ്റ്റർ മാറിയിട്ടുണ്ട്. അറിയുന്നു നാഥാ നിൻ സ്നേഹം ഞാൻ അറിയാ